എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ എൻ്റെ അനുഭവ കഥയിൽ കൂടെ വൃന്ദാവനത്തെ പറ്റി ഒന്ന് വിവരിക്കണം എന്നുണ്ട്. അത് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. എങ്ങനെയാണ് ഇത് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് എവിടുന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന, ഞങ്ങൾ കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. ഞാനും മക്കളും കൂടിയാണ് ഇവിടുന്ന് മക്കളും കൂടെ പുറപ്പെടുന്നില്ല, ഞാൻ മാത്രമേ പുറപ്പെടുന്നുള്ളൂ. പക്ഷേ വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള ഒരു സന്ദർഭം ഒരുക്കി തന്നത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവർ മലേഷ്യയിലായിരുന്നു. മലേഷ്യയിൽ നിന്ന് ഒരു മാസം സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ വൃന്ദാവനം പോകണം ചേച്ചി, അതുകൊണ്ട് ചേച്ചി ഒന്ന് വരാൻ പറ്റുമോ, ചേച്ചി ഉണ്ടെങ്കിൽ ഞാനും പോവാം എന്നുള്ള ഒരു ആലോചനയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഞാൻ വൃന്ദാവനം പോയിട്ടുണ്ട്. വൃന്ദാവനത്തിൽ പോയി ഞാൻ ഗോവർദ്ധന പരിക്രമ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് അവിടെ ഇത്തിരി ഫീവർ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് അതൊന്ന് പരിക്രമണം ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഞാൻ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ കുറച്ചൊക്കെ പ്രോബ്ലംസൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ പോവുക, എന്താ ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ശരി നിങ്ങൾ ചേച്ചി പുറപ്പെട്ടോളൂ, നമ്മളെ ടിക്കറ്റ് എന്തായാലും ഞാൻ ബുക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മൾ സ്വാമിജിയുടെ കൂടെയാണ് പോണത്. നമ്മൾ മാർച്ച് 6-ാം തീയതിയാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ടിക്കറ്റ് എടുത്ത് ഞാൻ ക്ലിയർ ആയിട്ട് വെക്കാം, അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് ടിക്കറ്റ് റെഡിയാക്കി അവിടെ ബുക്കിംഗ് ചെയ്യണമല്ലോ, അപ്പോൾ ചെയ്യാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, ശരി. ഇവിടെ വന്നപ്പോൾ അവൾ എന്തിനു വേണ്ടിയിട്ടും കോയമ്പത്തൂർ വന്ന് ഞങ്ങൾ ഈശ ഒരു ദിവസം പോയിരുന്ന് അങ്ങനെ ഇവിടെ വന്ന് എല്ലാം കഴിഞ്ഞ് അവൾ മലേഷ്യയിൽ പോവുകയും ചെയ്തു. മലേഷ്യയിൽ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിങ് തുടങ്ങി. പിന്നെ ഓരോരോ സമയത്ത് ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ പറയും, പോകണം എന്ന്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പോകാനുള്ള അത്രയ്ക്കുള്ള ഇതില്ല, ഞാനിപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചേച്ചി ഒന്നും പേടിക്കണ്ട, ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചേച്ചിക്ക് ടിക്കറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പോകാൻ 2-3-4 മാസം ഉണ്ടല്ലോ. എന്തായാലും സെപ്റ്റംബർ കഴിഞ്ഞ് മാർച്ചിലല്ലേ നമ്മൾ പോണത്, മാർച്ചിൻ്റെ ഉള്ളിൽ നമ്മൾക്കെല്ലാം ക്ലിയർ ആക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി പോയി. ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചില്ല കുറച്ച്. പിന്നെ ഒരു ദിവസം പറഞ്ഞു എൻ്റെ അടുത്ത്, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അപ്പോഴും തീരുമാനിച്ചിട്ടൊന്നുമില്ല, എനിക്കും പോകാനുള്ള വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യുക, ആവശ്യമില്ലെങ്കിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നുള്ള വിചാരത്തിൽ. അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മയും മക്കളും കൂടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇവരിങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, എന്താ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കൊച്ചിൻ നിന്ന്, അപ്പോൾ അവൾ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് എയർപോർട്ടിൽ പിന്നെ ഫ്ലൈറ്റിലാണ് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയാണ് അവൾ പറഞ്ഞത് എൻ്റെ അടുത്ത് ഫ്ലൈറ്റിലാണ് പോണത്, അതുകൊണ്ട് ചേച്ചി അതിനുള്ള സൗകര്യങ്ങൾ ഞാൻ പറയാതെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. ഒരു ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം, അതും 15 കിലോ കൂടുതൽ ഒരു പെട്ടിയിൽ പാടില്ല. പിന്നെ ക്യാരി ബാഗ് ഉണ്ടെങ്കിൽ അതിലൊരു 7 കിലോ പാടുള്ളൂ. ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കും ഇപ്പോൾ അത്രയ്ക്കൊന്നും വലിയ അറിവൊന്നുമില്ല, ഞാനും ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു ശരി, ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഇരുന്നു. അപ്പം മക്കളോട്, അപ്പം മോനും മോളും പറയാൻ തുടങ്ങി, അമ്മ എങ്ങനെ പോകും, കൊച്ചിനിലെത്തണം, എന്ത് ചെയ്യാൻ പറ്റും, മാർച്ച് 6 ഇപ്പം നമ്മൾ തീരുമാനിച്ചാലേ അതിനെപ്പറ്റി അറിയുള്ളൂ. അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ശരി ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യുക, ഗുരുവായൂരിൽ പോയാൽ നമുക്കൊരു പിടി കിട്ടും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഡിപ്പോയിൽ KSRTC ബസ് സ്റ്റാൻഡിൽ നമുക്ക് ചോദിച്ചാൽ, അവിടെ ഡിപ്പോയിൽ ചോദിക്കുക. നമുക്ക് എയർപോർട്ടിൽ എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ അങ്കമാലി, ഞങ്ങൾക്ക് വിചാരം അങ്കമാലിയിൽ നിന്ന് 2-3 കിലോമീറ്റർ ദൂരെ ഉണ്ടാവുള്ളൂ എയർപോർട്ട് എന്നാണ് വിചാരിച്ചിട്ട് അങ്കമാലിക്ക് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്കമാലിക്ക് എങ്ങനെയാണ് ടിക്കറ്റ്, ശരി എന്നാൽ ബുക്ക് ചെയ്യാമെന്നും പറഞ്ഞാൽ ഞങ്ങൾ നെറ്റിലൊക്കെ നോക്കി ബുക്ക് ചെയ്തു, അങ്കമാലിക്ക് ബുക്ക് ചെയ്തു. പിന്നെ അവിടെ പോയി നമുക്ക് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി ചോദിക്കാമെന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നു. ശരി, നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചോദിക്കാമല്ലോ. അപ്പോഴാണ് ശരി, എന്താകെ മൊത്തം മനസ്സിൽ ഒരു വിഷമം. ഇങ്ങനെ അങ്കമാലിയിൽ നിന്ന് എത്ര ദൂരമുണ്ട് എന്നുള്ള വിവരം എനിക്കില്ല. ഒരു കിലോമീറ്ററൊക്കെ നോക്കുന്നുണ്ട് നെറ്റിൽ കൂടെ, എന്നാലും നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞാലേ നമുക്കറിയുള്ളൂ. ഞങ്ങളാണെങ്കിൽ അവിടെ അങ്കമാലി പറഞ്ഞ സ്ഥലം കണ്ടിട്ട് പോലും ഇല്ല, എങ്ങനെ പോകും. ശരി, നമ്മൾ ഏതായാലും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയല്ലോ. ഞങ്ങളപ്പോൾ എന്ത് ചെയ്തു, 6-ാം തീയതി പോകുന്നതിന് പകരം ഞങ്ങൾ 4-ാം തീയതിയെ ഗുരുവായൂരിലെത്തി. അന്ന്
മൺഡേ ആയിരുന്നു. രാവിലെ ഞങ്ങൾ ബസ്സിന് പോയി. ബസ്സിന് പിന്നെ KSRTC ബസ്സിലാണ് പോയത്. അവിടെ പോയി പിന്നെ 2 ദിവസം ഇരുന്ന് നമുക്ക് ബുധനാഴ്ചയല്ലേ പോകേണ്ടത്. ബുധനാഴ്ചയാണ് 6-ാം തീയതി, മാർച്ച് 6-ാം തീയതി. അപ്പോൾ ബുധനാഴ്ച രാവിലെ നമുക്ക് പോവാം, അതിനുള്ള ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ അതിനനുസരിച്ച് പോവാം എന്ന് വിചാരിച്ച് ഇരുന്നു. അവിടെ പോയപ്പോഴാണ് നമ്മൾ വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടക്കണമില്ല, എന്നിട്ട് അറിയണമില്ല എന്താ ചെയ്യേണ്ടത്, ആരോടാ എന്താ ചോദിക്കേണ്ടത്. അപ്പം ഞങ്ങൾ ഏതായാലും 2 ദിവസം ഭഗവാന്റെ അടുത്ത് ഇരിക്കണ്ടല്ലോ, ഭഗവാൻ എന്തെങ്കിലും നമുക്കൊരു വഴി കാണിക്കും, ആരെങ്കിലും പറയും. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, പക്ഷേ അവൾ ഇപ്പോൾ കാര്യമായിട്ട് എങ്ങനെ വരും ഏത് വരും എന്നുള്ളത് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു. തിങ്കളാഴ്ച നൈറ്റ് കഴിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾ നിർമ്മാല്യം തൊഴാൻ വേണ്ടി ഭഗവാന്റെ അടുത്ത് പോയി. ഭഗവാന്റെ അടുത്ത് നിർമ്മാല്യം തൊഴാൻ വേണ്ടി ഞാൻ ഇത്തിരി വെണ്ണയും ഒരു താമരപ്പൂ മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ഭഗവാന് കൊടുക്കാം. അപ്പോൾ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭഗവാനെ ഇതാദ്യമായിട്ട് ഞാൻ പോവുകയാണ്, എനിക്ക് ഒന്നും അറിയില്ല, കുട്ടികൾക്കും ഒന്നും അറിയില്ല, എങ്ങനെയൊക്കെ അങ്ങോട്ട് എത്തുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അന്ന് മുതൽക്കേ ഞാൻ മനസ്സിൽ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണത്. പിന്നെയും ഇവിടെ ഭഗവാന്റെ അടുത്ത് കൂടെ വന്നപ്പോൾ കുറച്ചും കൂടെ ഒരു ധൈര്യം കിട്ടി. അതിനനുസരിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴും ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്ന് പ്രദക്ഷിണമൊക്കെ ഫസ്റ്റ് ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു, തിങ്കളാഴ്ച എല്ലാം കഴിഞ്ഞ് മമ്മിയൂർ അമ്പലത്തിലൊക്കെ പോയി വന്ന് പിന്നെ ചുറ്റും ഒന്ന് പ്രദക്ഷിണം മാത്രം ചെയ്ത് പിന്നെ പ്രസാദ കൂട്ടും നൈറ്റ് ഉണ്ടായിരുന്നു, അതും കഴിച്ച് റൂമിൽ വന്ന് വിശ്രമിച്ചു. പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെയാണ് നിർമ്മാല്യത്തിന് പോണത്. അന്ന് മാത്രമേ എനിക്ക് സാധിക്കുകയും ചെയ്യുള്ളൂ. പിറ്റേ ദിവസം പിന്നെ ബുധനാഴ്ച നമ്മൾ പോകുകയല്ലേ, അപ്പം പിന്നെ ഞങ്ങൾക്ക് 4:10 ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു 3-3:30 അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ എനിക്ക് നിർമ്മാല്യം കാണാനും പറ്റില്ല. അപ്പോൾ ചൊവ്വാഴ്ച നന്നായി ഒന്ന് തൊഴുതിട്ട് ഭഗവാനെയും കൂട്ടി ഭഗവാനും കൂടെ വരട്ടെ വൃന്ദാവനത്തിലേക്ക് എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചു. അപ്പം മനസ്സിലിങ്ങനെ വിചാരിച്ച് മാത്രമേ ഉള്ളൂ, മനസ്സിൽ വിചാരിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കുണ്ട് വരുമ്പോൾ ശരി ഏതായാലും പോയി ലൈനിൽ നിന്നു. പിന്നെ ഭഗവാന് വേണ്ട നൈവേദ്യം അവിടെ വെച്ചു, വെണ്ണയും താമരപ്പൂവും അവിടെ വെച്ചു. അപ്പോഴേക്കും നമ്മൾ പറയണ്ടല്ലോ, പിന്നെ ഗുരുവായൂരിൻ്റെ കഥ പറയണ്ടല്ലോ. പിന്നാലെ ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നടക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളത് വെക്കലും ഇങ്ങനെ കാലെടുത്ത് വെക്കുമ്പോഴേക്കും മുമ്പിൽ ഒരു സ്ത്രീ, ഒരു ലേഡി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെന്ത് പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്, കുറച്ച് നേരം ഇന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അങ്ങനെ നിൽക്കണം. അപ്പോഴേക്കാണ് ഭഗവാൻ അവിടുന്ന് മേശാന്തി ഉള്ളുന്ന വെളിയിൽ വരികയാണ്. ആ ഒരു സമയം ഞങ്ങൾക്ക് നല്ല സമയം, ഭഗവാനെ അങ്ങോട്ട് നല്ലപോലെ കണ്ടു. ഭഗവാൻ അത് വെണ്ണയും വെച്ചു. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥന പറഞ്ഞു, കണ്ണാ ഞാൻ വെണ്ണ തന്നിട്ടുണ്ട്, കഴിച്ച് നീ നിർമ്മാല്യം കഴിഞ്ഞ് എൻ്റെ കൂടെ നീ വരണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല, കുട്ടികൾക്കും അത്രയ്ക്കൊന്നും വിവരം അറിയില്ല, എന്തായാലും ഭഗവാനെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരുടെയും പ്രദക്ഷിണം വെച്ച് എല്ലാവരുടെയും അമ്പലങ്ങളൊക്കെ തൊഴുത് ഗണപതിയുടെ അവിടെയും ദേവിയുടെ അടുത്തും എല്ലാം തൊഴുത് ഞങ്ങൾ വന്ന് വിശ്രമിച്ച് കുറച്ച് നേരം നാമങ്ങളൊക്കെ ചൊല്ലി രാവിലെ പിന്നെ ഒരു പ്രദക്ഷിണം വെറുതെ വെളിയിലൊക്കെ വന്ന് പ്രദക്ഷിണം ചെയ്ത് അടിപ്രദക്ഷിണമൊക്കെ ചെയ്ത് അവിടെ വന്നിരുന്നു. രാവിലെ ടിഫിൻ കഴിഞ്ഞ് നമ്മൾ പിന്നെ റൂമിലൊക്കെ പോയി കുറച്ച് നേരം എല്ലാം ഇത്തിരി നേരം ഇരുന്ന് അത് കഴിഞ്ഞ് മറുപടിയും വന്ന് അവിടെയൊക്കെ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ് ഞാൻ വന്നിരുന്നു. ലാസ്റ്റിൽ ഈ ഭഗവാന്റെ അടുത്ത് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഭഗവാനെ എനിക്കൊന്നും അറിയില്ല, ഏത് സ്ഥലത്താണ് ഇങ്ങനെ പോകേണ്ടത് എന്താണെന്നൊന്നും എനിക്കറിയില്ലല്ലോ, ഒന്നും അറിയില്ല. അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഉണ്ടാവണം എപ്പോഴും, നീ എൻ്റെ ഒരു കൈ പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് പോകണം, അതേ എനിക്കറിയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല എന്ന്. ഇതേമാതിരി ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാൻ അങ്ങനെ ഭഗവാൻ എന്ത് വിചാരിച്ചോ എനിക്കറിയില്ല. ഭഗവാനെ ഏത് രൂപത്തിലാവുന്ന നമ്മളെ സഹായിക്കാമെന്ന് നമുക്കറിയില്ലല്ലോ, ഒന്നും അറിയില്ല. അങ്ങനെ അതും കഴിഞ്ഞു. പിറ്റേ ദിവസം ചൊവ്വാഴ്ച അന്ന് കഴിഞ്ഞു, ചൊവ്വാഴ്ച ഊട്ട് കഴിഞ്ഞു, വ്യാഴാഴ്ച നൈറ്റ് കഴിഞ്ഞു. പിന്നെ ബുധനാഴ്ച രാവിലെ ഞങ്ങളൊരു 2 മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 3-3:30 ആകുമ്പോൾ ഞങ്ങൾ പുറപ്പെടുകയാണ്. എവിടേക്ക്, പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക്. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ അങ്കമാലിക്ക്. അപ്പോൾ ഞങ്ങൾ 4:10 ബസ് എന്ന് പറഞ്ഞപ്പോൾ ശരി ഒരു 3:30 നടക്കേണ്ട ദൂരമല്ലേ ഉള്ളൂ, അപ്പോൾ നടന്ന് പോകുമ്പോഴേക്കും അവിടെ എത്തും. 3:30 പുറപ്പെട്ടാലേ അവിടെ എത്തുള്ളൂ, പെട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പെട്ടി എല്ലാം കൊണ്ട് ഞങ്ങൾ മെല്ലെ നടന്ന് അവിടെ പോകാമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ 3-3:30 അപ്പോൾ ശരി
ഏതായാലും പോകുന്ന സമയത്ത് ഒന്നും കൂടെ ഭഗവാനെ ഒന്ന് കണ്ടിട്ട് വെളിയിൽ നിന്നിട്ട് ഭഗവാനെ ഒന്ന് ശരി കണ്ണാ എൻ്റെ കൂടെ പുറപ്പെടുകയല്ലേ, ഇനി എന്താ അവിടെ എല്ലാവർക്കും നിർമ്മാലയമൊക്കെ ഇതാക്കി കൊടുത്തു, ദർശനം കൊടുത്തുവല്ലോ, ഇനി എൻ്റെ കൂടെ വന്നോ. അതുകൊണ്ട് എനിക്ക് അവിടെ ഇവിടെ എത്തുന്നവരെ നീ എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്കതേ അറിയുള്ളൂ. അത് ഏത് രൂപത്തിൽ വരണോ എനിക്കറിയില്ല, ഏത് രൂപത്തിൽ വേണമെങ്കിലും വന്നോട്ടെ എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ബസ് സ്റ്റാൻഡിൽ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ ബസ് എന്താണെന്ന് വെച്ചാൽ 4:10 വരേണ്ട ബസ് വന്നിട്ടില്ല. അത് എന്താണ് മിസ്സായെന്ന് അറിയില്ല. അതിന് മുമ്പായിട്ട് ഞങ്ങളവിടെ എത്തിയതുകൊണ്ട് ഒരു ബസ് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. 3:55 മറ്റേ പുറപ്പെടുന്ന ബസ്സാണ്. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യുന്ന, ആ ബസ് വന്നിട്ടില്ലെങ്കിൽ ഈ ബസ്സിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞ് വേഗം ഒരാൾ ഞങ്ങളവിടെ ബസ്സിൽ കയറ്റിയിരുത്തു. അപ്പം ഞങ്ങൾ അങ്കമാലിക്കാണല്ലോ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണം. അപ്പം ഞാൻ ആരോടും ചോദിച്ചതുമില്ല. എന്നാൽ എയർപോർട്ടിലേക്ക് ചോദിച്ചതാണെങ്കിൽ അത്താണി പറഞ്ഞ അടുത്ത സ്ഥലത്ത് നമ്മൾ ഇറങ്ങി അവിടുന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞു തരുമായിരുന്നു. എനിക്ക് അറിഞ്ഞില്ല, ഞാൻ ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല, മക്കൾക്കും അതിനെപ്പറ്റി അറിഞ്ഞില്ല. അങ്കമാലിയാണ് അതാണ് എൻ്റെ മനസ്സിലും മുഴുവനും തോന്നിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്കമാലിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ, അവിടെ ഇറങ്ങി. അപ്പോൾ അവർ ശരി, ഞങ്ങൾ അങ്കമാലിയുടെ ഡെപ്പോയിൽ ഇറങ്ങി. എന്നാലും ഞങ്ങൾ 3:55 പുറപ്പെട്ടപ്പോൾ 3:55 4:10 ആയില്ല, അതിന് മുമ്പായി ഞങ്ങൾ ഇറങ്ങി പോയി. അവിടെ എത്തുമ്പോഴേക്ക് കുറച്ച് നേരത്തെ തന്നെ എത്തി. അവിടെ നിന്നിട്ട് അവിടെ ബസ് സ്റ്റാൻഡിലൊക്കെ നിന്ന് അവിടെ ഇറങ്ങിയതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചൊന്നും ആരോടാ ചോദിക്കുക, എന്താ ചോദിക്കുക, എവിടേക്കാണ്, എങ്ങനെയാണ്, അങ്കമാലിയിൽ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് പോലും അറിയില്ല. അപ്പോഴേക്കുണ്ട് ഒരാൾ അവിടെ നിന്ന് അടുത്ത് വന്നിട്ട്, എങ്ങടാ നിങ്ങൾ പോകുന്നുണ്ട്, എങ്ങളാ പോകേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്താ നിങ്ങളിങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്നത് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇതാണ് എന്താണ് അങ്കമാലിക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്, അറിയില്ല, എയർപോർട്ടിലേക്ക് എടുക്കേണ്ട വിവരം എയർപോർട്ട് വഴിക്ക് പോകുന്ന വണ്ടിയിൽ എടുക്കണമെന്നാണ് അറിയേണ്ടത്, പക്ഷേ അത് അറിഞ്ഞില്ല, ഞങ്ങളിതിലേക്ക് എടുത്തിരിക്കുക. അപ്പോൾ ഒരു കാര്യം ചെയ്തു, ഇവിടെ തന്നെ നിൽക്കും, ഞാൻ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അവർ പോയി ഒരു ബസ് കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകുന്ന ബസ്സിന് പിന്നെ എവിടേക്കോ ആലുവയ്ക്ക് പോകുന്ന ബസ് എയർപോർട്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ എയർപോർട്ട് വഴി പോകുന്ന പറഞ്ഞാൽ അവിടെ അത്താണി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇറങ്ങി വെച്ചാൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരു 4 കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ. അവിടുന്ന് നിങ്ങളൊരു ആട്ടോ പിടിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ അവർ വന്ന് ഞങ്ങളെ ആ ബസ്സിൽ കയറ്റി വിട്ട് നിങ്ങൾ ആ അത്താണി പറഞ്ഞ സ്ഥലത്ത് അവിടെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി അവിടുന്ന് ഞങ്ങളൊരു ആട്ടോ പിടിച്ച് ഞങ്ങൾ പിന്നെ എയർപോർട്ടിലെത്തി. എന്തായാലും പറഞ്ഞ 6:30 മണിക്ക് അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ തന്നെ അവിടെ എത്തി. ഭഗവാൻ അനുഗ്രഹത്തിൻ്റെ ഇതാണ് പറയണത്. ഭഗവാൻ ഏത് രൂപത്തിലാണ് വന്ന് നമ്മളെ അനുഗ്രഹിക്കുക എന്ന് നമുക്കൊന്നും അറിയില്ല, നമ്മുടെ കയ്യിലൊന്നുമല്ല എന്നുള്ള ആ മനസ്ഥിതി, ആ മനസ്സ് നമുക്ക് ഭഗവാനെല്ലാം അങ്ങോട്ട് സമർപ്പണം ചെയ്യണം. അപ്പോൾ ഭഗവാനെല്ലാം നമുക്ക് കാണിച്ചു തരും, പറഞ്ഞു തരും. ഏത് രൂപത്തിൽ വന്നാലും പറഞ്ഞു തരും. എല്ലാം നമ്മൾക്ക് ഭഗവാനാണ് എന്നുള്ള ആ ബോധത്തോടു കൂടി നമ്മൾ ഇറങ്ങിയാൽ എങ്ങനെ വേണമെങ്കിലും നമ്മളെ സഹായിക്കും, ഏത് രൂപത്തിലും സഹായിക്കും. അതാണ് ഭഗവാന്റെ നിശ്ചയം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് കുറേ അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സുകൾ അവിടേക്ക് പോകേണ്ട വൃന്ദാവനത്തിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. എന്തുകൊണ്ട് അവരെയൊക്കെ കണ്ടപ്പോൾ കുറേ സമാധാനം. അപ്പോഴേക്കും ഞാനെന്ത് ചെയ്തു, ശരി അവിടെ എല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് കുറച്ച് ചെരുന്ന ബാത്റൂമൊക്കെ പോയിട്ട് വരട്ടെ, അല്ലെങ്കിൽ പിന്നെ നമ്മളത് കയറി ഫസ്റ്റായിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറുവാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ എന്താവും, മറ്റ് വരുമോ എന്ത് വരുമോ എന്നും ഒന്നും അറിയില്ലല്ലോ, നമുക്കറിയാം, ആദ്യമായിട്ട് കയറുന്നതല്ലേ. അപ്പം ഞാൻ ബാത്റൂമൊക്കെ ഒന്ന് പോയിട്ട് വന്ന് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഞാൻ മോനും കൂടെ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ മോളവിടെ എയർപോർട്ടിന് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കുണ്ട് ഒരു ഫ്രണ്ട് അവിടെ വന്നു. അപ്പോൾ കുട്ടിയെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ വൃന്ദാവനത്തിലേക്ക് പോവുകയാണോ ചോദിച്ചു. അവരും തനിയാണ് വന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടിയാണോ പോണത് ചോദിച്ചു. അല്ല, ഞാൻ എൻ്റെ അമ്മയാണ് പോണത്, അമ്മ ബാത്റൂം പോയിട്ടുണ്ട്, വരും പറഞ്ഞാൽ അവിടെ ഇരുന്നു. കുറച്ച് നേരം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വന്നു. നമ്മൾ എന്തിന് പറയും, 4 പേരെന്നാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഏകദേശം എൻ്റെ വയസ്സൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അപ്പം ഞാനിങ്ങനെ സംസാരിച്ചു, ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് പോണത് ഫ്ലൈറ്റിലൊക്കെ, എനിക്കൊന്നും അറിയില്ല, എന്തിനു പറയണമെന്ന് പറഞ്ഞാൽ അതാണ് ഭഗവാന്റെ സങ്കല്പം. ഭഗവാൻ ഏത് രൂപത്തിൽ സങ്കല്പിക്കണമെന്നറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കെല്ലാം അറിയും, ഞാൻ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞുതരാം, ധൈര്യമായിരുന്നുള്ളൂ, എൻ്റെ കൂടെ വന്നാൽ മതി, നിങ്ങളൊന്നും ചിന്തിക്കുകയേ വേണ്ട, ഞാനെല്ലാം പറഞ്ഞു തരാം, നിങ്ങൾക്കൊന്നും അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെ തന്നെയല്ലേ നമ്മൾ പരിചയപ്പെടുക, ഇങ്ങനെയല്ലേ നമ്മൾ പോകും വരും ചെയ്യുക, ഭഗവാൻ കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെന്താ പോയി എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. കുറച്ച് അവിടെ ടിഫനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലത്തെ ടിഫനൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു 8 മണിയാകുമ്പോൾ എല്ലാവരും ബോർഡിങ് ഇതിൽ പോകാനുള്ള
ഏർപ്പാടായി ഉള്ളിലേക്ക് പോകണം എന്നുള്ളതായി. ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ പെട്ടിയിൽ ഇത്ര കിലോ പാടുള്ളൂ എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്, ആ മലേഷ്യ ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എടുത്തിട്ടുള്ളൂ. എന്നാലും 1 കിലോ 1/2 കിലോ അങ്ങനെ ജാസ്തിയായ എന്ത് ഒന്നും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് ഒരു കിലോ ജാസ്തി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ പോയപ്പോൾ അവിടെ ചെക്കിങ് ഒക്കെ പോയപ്പോൾ നമ്മുടെ പെട്ടിയൊക്കെ തൂക്കി നോക്കി എത്രയുണ്ട് കിലോ നോക്കി. പിന്നെ അവിടെ ഒന്നും പറഞ്ഞില്ല, എല്ലാം ക്ലിയർ ആയിക്കുന്നു. ബോർഡിംഗ് പാസ്സൊക്കെ തന്നു. ഞങ്ങൾ ബോഡിയൊക്കെ ചെക്കപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ചെക്കപ്പ് ചെയ്ത് അവിടെയും ചെയ്ത് കഴിഞ്ഞ് പിന്നെയും അവിടെ പോയി കുറച്ച് ദൂരം പോയി. ഏതൊക്കെയോ ദൂരോട്ട് കൂടെയൊക്കെ പോയി, എനിക്ക് അറിയുന്നില്ല. എന്തായാലും ആ ഫ്രണ്ട് അവൾ വന്നിട്ട് എൻ്റെ കൂടെ പിന്നെ വന്ന് എനിക്ക് എല്ലാം പറഞ്ഞു തന്നപ്പോൾ നല്ല അതിനനുസരിച്ച് ഇവർ കുട്ടികളാണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ. കാരണം അമ്മ ഇങ്ങനെ പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പിന്നെ ഫ്രണ്ട് എന്ത് ചെയ്തു, നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, ഞാനുണ്ടല്ലോ, പിന്നെന്താ പേടിക്കാനുള്ളത് എന്ന് പറഞ്ഞിങ്ങനെ എന്നെ സമാധാനപ്പെടുത്തി. എല്ലാം കഴിഞ്ഞ് എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് ഞങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. ഞങ്ങൾ ഉള്ളിലേക്ക് കിടക്കുന്നവരെ കുട്ടികൾ ഈ വീഡിയോ കൊടുത്തുകൊണ്ട് എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഞാനിങ്ങനെ നടക്കേണ്ട ഏത് പോകുന്നുണ്ട് എന്ത് പോകുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ് ഉള്ളിൽ പോയി. പിന്നെ മക്കളെ കണ്ടില്ല. പിന്നെ അവർ അവിടെ തന്നെ ഇരുന്നു. ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. കുറേ നേരം അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ബാഗ് ചെക്ക് ചെയ്യണം, ക്യാരി ബാഗൊന്ന് ചെക്ക് ചെയ്യണം പറഞ്ഞു. അത് ചെക്ക് ചെയ്തപ്പോഴേക്ക് അതിലൊരു പവർ ഡപ്പി ഉണ്ടായിരുന്നു. അവരത് മേടിച്ച് വെച്ചു. ഇതിപ്പോൾ സ്പ്രേ ഒക്കെ കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ, അത് നമ്മൾ പെട്ടിയിൽ വെച്ചതാണെങ്കിൽ പോവില്ലായിരുന്നു. പക്ഷേ ക്യാരി ബാഗിലായപ്പോൾ അത് പാടില്ല പറഞ്ഞു. ശരി അവരത് എടുത്തു. പിന്നെ അതിന് ബാഗ് തിരിച്ചു തന്നു. അതുകൊണ്ട് നടന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ബാത്റൂമൊക്കെ പോയിട്ട് വന്ന് അവിടെ നിൽക്കുമ്പോഴേക്കും ഞങ്ങളുടെ ടൈമായി, ഫ്ലൈറ്റിൻ്റെ ടൈമായി. ആ ഫ്ലൈറ്റിൻ്റെ ടൈം വന്നപ്പോൾ എന്ത് ചെയ്തു, ശരി ഞങ്ങൾ ഫ്ലൈറ്റിനെ അനൗൺസ് ചെയ്തു, ഇതാ നിങ്ങളുടെ ഫ്ലൈറ്റ് റെഡി ആയിട്ടുണ്ട്, അത് പിന്നെ പുറപ്പെടാനുള്ള റെഡി ആയിട്ടിരുന്നോളി എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തു. ഞങ്ങൾ ഉള്ളിലേക്ക് അങ്ങോട്ട് കിടക്കുകയും ചെയ്തു. കടന്നു. ഞാൻ എന്ന് പറയണം. അപ്പോൾ ഈ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, എൻ്റെ പെട്ടി നല്ല വെയിറ്റുള്ള പെട്ടിയുണ്ട്. എൻ്റെ പെട്ടിയും തൂക്കിയപ്പോൾ എനിക്കറിയില്ല, അത്ര എൻ്റെ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഭഗവാനാണെന്ന് തോന്നുന്നു കൂടെ വന്നത്. എൻ്റെ പെട്ടിയെടുത്ത് എന്നെ എടുത്ത് പയ്യെ പിടിച്ച ഇതിലൊക്കെ കയറ്റി കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ പോകുന്ന സമയത്ത് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞു. ടിക്കറ്റ് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. ഇതും കയ്യിൽ വെച്ചിട്ടുണ്ട്, ആധാർ കാർഡ് കയ്യിലുണ്ട്. എന്നും മിസ്സാവരുതല്ലോ. ഇതൊക്കെ ഒരു പരിഭ്രമമല്ലേ, ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് ഒരു പരിഭ്രമം. അപ്പോൾ അവരെല്ലാം ചെയ്തു തന്നു. പിന്നെ അവർ ഉള്ളിലേക്ക് അങ്ങോട്ട് കടന്നപ്പോൾ ഞാനെന്ത് വിചാരിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോകണമെന്ന് ആർക്കറിയാം, അതറിയുന്നില്ല. അവിടെ പോയപ്പോൾ സീറ്റുകൾ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഇത് ഫ്ലൈറ്റാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ 9:05 ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പുറപ്പെട്ടു. അവിടെ പോയി എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പുറപ്പെടാൻ തുടങ്ങി. അതിനുള്ള അനൗൺസ്മെൻറ്റായി. പിന്നെ 9:05 കറക്റ്റ് 9:05 പുറപ്പെട്ടു. അതുവരെയൊക്കെ അപ്പോഴേക്കും ഫ്രണ്ട് എന്ത് പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ടുപോയി എൻ്റെ സീറ്റിലിരുത്തി. 23 നമ്പർ, ആ നമ്പറിൽ സീറ്റിലിരുത്തി. അവർ കുറച്ചൊരു 10 സീറ്റ് പിന്നാലെയാണ് അവരിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, എന്താണെന്ന് വെച്ചാൽ എന്താണെങ്കിലും ഫോൺ ചെയ്തോളൂ, ഞാൻ അവിടെ തന്നെ ഉണ്ട്, എന്താ വേണ്ടതെന്ന് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള ആൾക്കാർ എങ്ങനെ നമ്മൾ അറിയില്ല, ആരാണ് ഏത് രൂപത്തിലാണെന്ന് അറിയില്ലല്ലോ. ഇതാണ് ഭഗവാന്റെ കാരുണ്യം പറയണത്. എനിക്ക് വല്ലാത്ത അനുഭവം. ഈ ഭഗവാൻ എങ്ങനെ കൂടെ വന്നതെന്നുള്ളത് എനിക്ക് അറിയില്ല. അവിടെ വന്ന് സീറ്റിലിരുത്തി അവരെ ഏൽപ്പിച്ച്, ഇവർ ഫസ്റ്റായിട്ട് വരണത്, അതുകൊണ്ട് അവരെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഏൽപ്പിച്ച് അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ ഒരു 3 മണിക്കൂർ ഭഗവാനെയും ഹനുമാൻ ചാലീസയൊക്കെ ഞാൻ വായിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു, ഒരു പടപടാന്നൊരു സൗണ്ടൊക്കെ കേട്ടു. അപ്പോൾ ഒത്തിരി ദേഹമൊക്കെ ഒരു മാതിരി തോന്നി. എനിക്ക് പേടിയൊന്നും തോന്നിയില്ല, പക്ഷേ ഒരു മാതിരി തോന്നി, എന്തോ പൊട്ടുന്ന മാതിരി ഒരു തോന്നൽ തോന്നി. പിന്നെ എന്താ കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ കാതിത്തിരി അടച്ചു, കാതടയ്ക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ക്ലിയറായി, പിന്നെ ഒന്നും കുഴപ്പമില്ല. പിന്നെ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ട് മെല്ലെ റോഡ് മെയിനായിട്ട് പ്ലെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മെല്ലെയാണ് ഈ
ഹൈറ്റിൽ പൊന്തണത്. ആ പൊന്തുന്ന സമയത്തും ആ വെയിൽ പുള്ളിൽ പോകുന്ന സമയത്തുമാണ് ആ സൗണ്ട് വരുന്നത്. അത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതെൻ്റെ സൗണ്ട് വന്നു. അങ്ങനെ പോയി. പിന്നെ ആ 3 മണിക്കൂർ ആകാശത്ത് കിടന്ന് പറന്നു. എല്ലാം ഭഗവാന്റെ നിശ്ചയം. ഭഗവാനും കൂടെയുണ്ട്. ഭഗവാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ കൂടെയുണ്ടല്ലോ, കൂടെയുണ്ടല്ലോ, നീ അടുത്ത് തന്നെ ഉണ്ടോ, നീ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിന്നെ 9:05 കയറിയിട്ട് 10, 11, 12:05 മറ്റേ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിലെത്തി. അപ്പോഴേക്ക് എൻ്റെ ഫ്രണ്ട് അവിടുന്ന് മലേഷ്യയിൽ നിന്ന് അവളും അവിടെ ഡൽഹിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കടവളെ കൊണ്ട് കെട്ടിപ്പിടിച്ച് അത്ര ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഏൽപ്പിച്ച് ഞങ്ങൾ 3 കൂടെ, പിന്നെ ഈ ഫ്രണ്ടും ആ ഫ്രണ്ടും ഞാനും ചേർന്ന് 3 കൂടെ അങ്ങനെ നടന്ന് അവിടെ കുറച്ച് നേരം ഇരുന്ന്. ഞങ്ങളുടെ ബസ് ഞങ്ങൾക്ക് അവിടുന്ന് വൃന്ദാവനത്തുനിന്ന് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയാലും 220 കിലോമീറ്റർ എത്രയോ ദൂരമുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു 4:30 മണി ജേണി ആവണം. 4:30 മണിക്കൂർ 5:30 മണിക്കൂർ മറ്റേ ജേണിയാണ്. അത് ഞങ്ങൾക്ക് 2 ബസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ബസ്സിൽ ഒന്നും ഫസ്റ്റ് നമ്പർ 1 നമ്പർ 2 അങ്ങനെ 2 ബസ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, എൻ്റെ ഫ്രണ്ട് മലേഷ്യ ഫ്രണ്ട് എൻ്റെ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനും അവളും കൂടി ഇരുന്നു. പിന്നെ ഈ ഫ്രണ്ടിനെ മറ്റേ ബസ്സിലാണ്, ആദ്യത്തെ ബസ്സിൽ പറഞ്ഞയച്ചു. അവർ കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ പോയി, മുമ്പിൽ പോയി. പിന്നെ ഞങ്ങൾ ആ ബസ്സിൽ പോയി. അവിടെ പോയി ജോയിൻ ചെയ്യാമെന്നും പറഞ്ഞ് എല്ലാവരും അവരവരെ ഇതായിപ്പോയി. അവിടെ പോയി ഇറങ്ങി. പിന്നെ വൃന്ദാവനത്തിലിറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ പോയി ആശ്രമത്തിൽ പോയി. ആ ആശ്രമത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും റൂമിൻ്റെ പിന്നെ അക്കോമഡേഷൻ എല്ലാം കഴിഞ്ഞു. റൂമിൻ്റെ നമ്പർ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് റൂമിൽ പോയി വിശ്രമിച്ച് കുറച്ച് എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സത്സംഗം ചേരാൻ വേണ്ടി അവിടെ ആശ്രമത്തിലൊരു ഹാളുണ്ട്. അവിടെ ചുറ്റും അമ്പലമുണ്ട്. ആ ആശ്രമത്തിൻ്റെ ഹാളിൽ വന്നിരുന്നു. ആ ഹാളിൽ വന്നിരുന്ന് നാമജപവും മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നാമജപങ്ങളെല്ലാം കഴിഞ്ഞ് നാമസങ്കീർത്തനെല്ലാം ചെയ്ത് നൈറ്റിനുള്ള ടിഫനും കഴിച്ച് ഞങ്ങൾ നൈറ്റ് ഓരോരുത്തരായിട്ട് 3 പേരാണ് റൂമിൽ. ആ 3 പേര് ഓരോ റൂമിൽ പോയിരുന്ന് നൈറ്റ് കഴിഞ്ഞു. നൈറ്റ് പോയി വിശ്രമിച്ച് രാവിലെ എണീറ്റ് 6 മണിക്ക് പിന്നെ ആ ഹാളിൽ വരണം. ഹാളിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ പിന്നെ 6 മണിക്ക് വിഷ്ണു സഹസ്രനാമം, അത് കഴിഞ്ഞ് മെഡിറ്റേഷൻ, അത് കഴിഞ്ഞ് പിന്നെ നാമസങ്കീർത്തനം അതേമാതിരി കഴിഞ്ഞ് പിറ്റേ ദിവസവും ഇതേമാതിരി രാവിലെ കഴിഞ്ഞ് ടിഫനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 8 മണിക്കൊക്കെ യാത്രയാവും. വൃന്ദാവനം എവിടേക്കൊക്കെയാണ് കാണേണ്ടത് എന്നുള്ളതിൽ ഞങ്ങളിങ്ങനെ കണ്ട് ഓരോരുത്തർക്ക് ഓരോരോ വാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 7 പേരാണ് ഒരു വാനിലിരിക്കേണ്ടത്. അങ്ങനെ ഒരു നമ്പർ പ്രകാരം നമ്മളെ അതിൽ തന്നെ നമുക്ക് 16 നമ്പറാണ് എൻ്റെ വണ്ടി. ആ നമ്പറിൽ നമ്മൾ കയറണം. ഞാനും എൻ്റെ ഫ്രണ്ടും കുളിയൊക്കെ കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഉമ്മർത്ത് പോയി നിൽക്കും. പിന്നെ മറ്റുള്ളവരെല്ലാവരും വന്ന് അതിൻ്റെ ചേർന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ 7 പേരും ഒരു വണ്ടിയിൽ. അങ്ങനെ 22 വണ്ടി ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതുവരയ്ക്കും പോയി. എല്ലാവരും രാവിലെ എണീച്ച് എല്ലാവരും പോകുമല്ലേ. അപ്പോൾ ഇതേമാതിരിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ ഓരോരോ കാര്യങ്ങളൊക്കെ എടുത്ത് വേണ്ടതൊക്കെ എടുത്ത് എന്താണെന്ന് വെച്ചാൽ കാലത്ത് പോയാൽ വൈകുന്നേരമല്ലേ വരുള്ളൂ. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ആഹാരം അവിടെ എത്തും. അവിടെ ക്യാമ്പ് ചെയ്യും. ഞങ്ങൾക്കുള്ള ആഹാരം അവിടെ പിന്നെ അവിടുത്തെ കൊണ്ടുവന്ന് വയ്ക്കും. ഞങ്ങൾ കഴിക്കും, പിന്നെയും പോവും. അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കണ്ട് വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ആശ്രമത്തിൻ്റെ റൂമിലെത്തും. ആശ്രമത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പിന്നെയും അതേമാതിരി നാമസങ്കീർത്തനം ഇതെല്ലാം കഴിഞ്ഞ് പോയി റെസ്റ്റ് എടുക്കും. റെസ്റ്റ് കഴിഞ്ഞ് നൈറ്റ് രാവിലെ അങ്ങനെ 8 ദിവസം 9 ദിവസം അങ്ങനെ കഴിഞ്ഞു. ആ 9 ദിവസം ഞങ്ങൾ 8 ദിവസവും ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയാൻ പോരാ, അത്രത്തോളം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പിറ്റേ ദിവസം ഓരോരോ സ്ഥലങ്ങളിൽ ഏതൊക്കെയോ സ്ഥലങ്ങൾ ആദ്യം പോയതൊക്കെ ഓർമ്മയത് വരണില്ല എനിക്ക്. എന്നാലും അങ്ങനെ പല സ്ഥലത്ത് അങ്ങനെ ഒരു ഗോകുലത്തിലൊക്കെ പോയി. ഗോകുലത്തിൽ പോകുമ്പോൾ അവിടെ പെട്ടെന്ന് ഒരു 2 ചെറിയ കുട്ടികൾ വന്നു എൻ്റെ അടുത്ത് വന്ന് പിന്നെ പറഞ്ഞ് കളിക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് രാധേ 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 രാധേ. ചെറിയ കുട്ടികൾ പറഞ്ഞ 1, 1.5 വയസ്സ് 2 വയസ്സിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. കുട്ടികൾ വന്ന് കളിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ കളിച്ച് അങ്ങനെ ആ കുട്ടികളുടെ രൂപത്തിൽ ഭഗവാൻ വന്ന് കളിച്ച്. ഞാൻ എന്താ ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത്, വൃന്ദാവനത്തിൽ പോയി നമുക്ക് കളിക്കണമെന്നായിരുന്നു കൃഷ്ണ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭഗവാൻ ഞാനിങ്ങനെ കുട്ടികളോട് സംസാരിക്കുന്ന മാതിരിയാണ് ഭഗവാനോട് സംസാരിക്കുന്നത്. അപ്പം മക്കളൊക്കെ അപ്പോഴും ഇങ്ങനെ ചോദിക്കും എന്താ അമ്മതം. പക്ഷേ എന്ത് ചെയ്യണം, അങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് നമ്മൾ എനിക്കും അറിയില്ല ഞാൻ ഐക്യമായോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വല്ലാത്ത കഥകൾ അനുഭവം പറഞ്ഞാൽ പോരാ. അങ്ങനെ ഭഗവാന്റെ
ഒരു പിന്നെ സഹായം ഏത് പ്രകാരത്തിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. അത്രത്തോളം എനിക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ മനസ്സിലായി ആ വൃന്ദാവന യാത്രയിൽ ഭഗവാന്റെ സാന്നിധ്യം കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് പൂർണ്ണമായി മനസ്സിലായി. അതാണ് വൃന്ദാവന യാത്ര പറയുന്നത്. നമ്മളെ അറിയാതെ തന്നെ നമ്മുടെ മനസ്സവിടെ ചേരണം. അപ്പോഴേ നമുക്കതിൻ്റെ വിവരം അറിയുള്ളൂ. നമുക്കൊന്നും അറിയില്ല, ഒന്നും പറയാൻ അറിയില്ലെങ്കിലും ഭഗവാനിലാണ് എല്ലാം ഭഗവാനിൽ ഇത് ചെയ്യണം, അർപ്പണം ചെയ്യണം. നമ്മളെ തന്നെ അർപ്പണം ചെയ്യുമ്പോൾ ഭഗവാൻ ഏത് രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും ഒന്ന് സഹായിക്കാനായിട്ട് കരുതലോടെ നിൽക്കുന്ന ഭഗവാനാണ്. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും അമ്പലങ്ങൾ കുറേ 84 അമ്പലങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേയൊക്കെ കുറച്ചൊക്കെ വിട്ടു, ഇടയിലിടയിൽ കുറച്ചൊക്കെ വിട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ കൂടെ ഇടാം. ഏതൊക്കെയാണ് വിട്ടതൊക്കെയാണെന്നൊന്നും അറിയില്ല. പിന്നെ വൃന്ദാവനം കേട്ടാൽ തന്നെ രാസലീലയാണല്ലോ. ആ രാസലീലയെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് പിന്നെ നമുക്ക് മനസ്സിൽ ഓടി വരുന്നത്. ഗോപികമാരെ പറ്റി, ഗോപികമാരും ഭഗവാനും തമ്മിൽ എങ്ങനെ അവിടെ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കണ്ട് ആ അനുഭവം അവിടെ പോകുമ്പോൾ നമ്മൾ അനുഭവിച്ച് മനസ്സിലായാലേ അതറിയുള്ളൂ. അത്രത്തോളം ഭഗവാനും ഗോപികമാരുമായിട്ട് അവിടെ ഇത് ചെയ്ത് 7 വയസ്സായ കുട്ടിയാണ് രാസക്രീഡ ചെയ്യാൻ വരുന്നത്. ഈ രാസലീല എന്നൊക്കെ പറയണത് അത് വെറും ഒരു ഒരാണും ഒരു പെണ്ണും തമ്മിൽ ഒരു ഡാൻസാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, അത് ഭഗവാനും നമ്മളും തമ്മിലുള്ള ഐക്യം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തെയാണ് ഈ ഗോപികമാർ ഭഗവാനുമായിട്ട് ചെയ്തിരിക്കുന്നത്. ആ ഭഗവാൻ എങ്ങനെ അവർക്ക് ദർശനം കൊടുക്കണു എന്ന് ഭഗവാൻ ഓരോരുത്തരും മനസ്സിൽ ഓരോരോ പ്രകാരമാണല്ലോ ചിന്തിക്കുന്നത്. ഭഗവാൻ കുട്ടിയുടെ രൂപത്തിൽ ചിന്തിക്കുന്നുണ്ട്, ചിലവർ സഹോദരൻ്റെ രൂപത്തിൽ ചിന്തിക്കുന്നുണ്ട്, ചിലവർ മക്കളുടെ രൂപത്തിൽ ചിന്തിക്കുന്നുണ്ട്, ചിലവർ ഭർത്താവിൻ്റെ രൂപത്തിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പലതും അങ്ങനെ എല്ലാവരുടെ മനസ്സിലും എന്ത് ചിന്തകൾ വരണോ ആ ചിന്തകളുടെ രൂപത്തിലാണ് ഭഗവാൻ അവർക്ക് കാഴ്ചയും ദർശനവും കൊടുക്കുന്നത്. ആ ദർശനം കൊടുക്കുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് എന്ത് വരണോ, ഇങ്ങനെയൊക്കെയാണ് ഭഗവാനെ ഇത് ചെയ്യേണ്ടത്, ഭഗവാനെ ആലിംഗനം ചെയ്യേണ്ടത് എന്നുള്ള ആ മനസ്സിലിങ്ങനെ കുട്ടിയല്ലേ, ചെറിയ കുട്ടിയല്ല, ആ കുട്ടിയുടെ രൂപത്തിൽ അവർ കാണുമ്പോൾ അവർ ഏത് പ്രകാരത്തിൽ ആ കുട്ടിയെ എടുക്കണം ചെയ്യണം എന്നുള്ള ആ വിചാരം കൊണ്ട് അവർ ഭഗവാനിൽ അങ്ങനെ ലയിച്ച് ഒന്നുമില്ലാതായി. ആ ജീവൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സന്ദർഭം അവർക്ക് വന്നപ്പോൾ ഭഗവാൻ അപ്പം എന്ത് വിചാരിച്ചു, ഇവരിങ്ങനെയൊക്കെ ഇത് ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ എന്നോട് കാണിക്കണ്ടല്ലോ, ഭഗവാൻ വെണ്ണ മാത്രമേ ഭഗവാന് വേണ്ടു, ഇവരെന്ത് പറഞ്ഞാലും അത് കേൾക്കുകയാണ്. അങ്ങനെയുള്ള ഈ ഭഗവാൻ അപ്പോൾ ഇവരെ ഒന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഇവർക്ക് എൻ്റെ മേലെ എത്ര ഭക്തിയുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം ഭഗവാൻ അവിടെ നിന്ന് ഈ ഗോപികമാരിൽ നിന്ന് മറഞ്ഞു നിന്നതാണ്. ആ മറഞ്ഞു നിന്നപ്പോൾ ഇവർ എന്താ ചെയ്തത്, ഇവരെ എന്ത് നടത്തി, അവിടെ നടന്നു എന്നുള്ളതൊന്നും ഇവർക്കറിയില്ല. എല്ലാവരും കരയുന്നതോ ഈ കൃഷ്ണ എന്ന് വിളിച്ചത് കരഞ്ഞുകൊണ്ടാണോ അലറിക്കൊണ്ടാണോ, അവിടെ എല്ലാ ചെടി കൊടികളെ കൊണ്ടും വൃന്ദാവനത്തിൽ അത്ര ജീവജാലങ്ങളെ കൊണ്ടും മണ്ണിനെ കൊണ്ടും പിന്നെ വൃക്ഷങ്ങളെ കൊണ്ടും എല്ലാം ചോദിക്കണം, എൻ്റെ കണ്ണനെ കണ്ടു എന്നുവെച്ചാൽ മറഞ്ഞു നിന്നിരിക്കുകയല്ലേ. അപ്പോൾ ഭഗവാൻ ഇവരെ കാണാണ്ടായി, ഭഗവാന് ഈ ഗോപികമാർക്ക് ഭഗവാനെ കാണാണ്ടായി. അപ്പോൾ ആ ഒരു നിമിഷം പറയാം, നമുക്കൊക്കെ യുഗമാണെങ്കിൽ ഭഗവാൻ ഒരു നിമിഷമേ ഉള്ളൂ. ആ ഒരു നിമിഷം കൊണ്ട് ഇവരെ എന്ത് ചെയ്തു, എല്ലാവരും മോഹാത്സ്യപ്പെട്ടു വീണു. എല്ലാവരും ഭഗവാനെ പോലെ അഭിനയിക്കാൻ തുടങ്ങി, ഭഗവാനെ പോലെ നടനമാടാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരുടെ മനസ്സിൽ ഭഗവാന്റെ രൂപം അങ്ങോട്ട് വന്ന് ഇവർ എന്ത് ചെയ്യണമെന്നുള്ളത് അവർക്ക് ബോധമില്ല. അങ്ങനെ അവരവരുടെ ഊണ് വേണ്ട, ആഹാരം വേണ്ട, കഞ്ഞി വേണ്ട, വെള്ളം വേണ്ട, ഉറക്കം വേണ്ട, ഒന്നും വേണ്ട, ഭഗവാനെ തന്നെ. അങ്ങനെ അവിടെ വീണ് മോഹാത്സ്യപ്പെട്ട് വീണ് കിടന്ന് കരഞ്ഞുകൊണ്ട് അങ്ങനെ ജീവനെയും കൂടെ ഒരു തുടുപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെ കിടക്കുന്ന ആ സമയത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഈ ഭഗവാൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെ, ഇവരെ ഇങ്ങനെ വിട്ടാക്കിയാൽ ഇവർ ശരിയാവില്ല, അതുകൊണ്ട് ഞാനൊന്ന് കാര്യം ചെയ്യട്ടെ, ഇനിയെങ്കിലും ഇവർക്ക് ദർശനം ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ മദനായിട്ട് അവിടെ വന്നിട്ട് അങ്ങോട്ട് ദർശനം കൊടുത്ത് ഭഗവാൻ ഗോപികമാരൊക്കെ അങ്ങനെ
ഓരോരോ തുടുപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ. ആ തുടുപ്പിൽ നിന്ന് എണീറ്റ് ഭഗവാനെ അങ്ങോട്ട് കാണുമ്പോഴേക്കും എന്താണ് ഭഗവാനെ കാണിക്കണതെന്നൊന്നും അറിയില്ല. അത്രത്തോളം അങ്ങനെ ചെയ്ത് ലാസ്റ്റിൽ ഭഗവാൻ എന്ത് ചെയ്തു നിങ്ങൾക്ക് ഞാൻ വാക്ക് തരാം, നിങ്ങളുടെ ഒരു ആഗ്രഹങ്ങൾ ഞാൻ നിറവേറ്റിത്തരാം, എന്താഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ നിറവേറ്റിത്തരാം, നിങ്ങളുടെ കൂടെ ഞാൻ ഒരു വൃന്ദാവനത്തിന് പോകുന്നില്ല, അവരുടെ കൂടെ രാസലീലയാട് എന്ന് പറഞ്ഞ് അവർക്കെല്ലാം വാക്ക് കൊടുത്ത് അവരെല്ലാം സമാധാനിപ്പിച്ച് എന്ത് ചെയ്താലാണ് എൻ്റെ കടം തീരുക, നിങ്ങൾ എന്നിൽ ഇത്രത്തോളം പിന്നെ അടങ്ങിയിരിക്കുന്നത് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് കടം തീർക്കാൻ പറ്റും എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്രത്തോളം അവർ ഭഗവാൻ ലയിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്നും കടം വീട്ടാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ അവരുടെ കൂടെ നിന്ന് എല്ലാം രാസലീല ആടാൻ തുടങ്ങി. ആ രാസലീലയാണ് ഓരോരുത്തരുടെ മനസ്സിൽ വേറൊരു വിധത്തിൽ തോന്നുന്നത്. പക്ഷേ അങ്ങനെ തോന്നുന്നതും കൂടെ പാപമാണെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ രാസലീല എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ സാധാരണ ഒരു കളിയല്ല അത്. ആ ഭഗവാനും ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഐക്യം ആയിക്കഴിഞ്ഞാൽ ഒന്നുമില്ല ഈ ലോകത്തിൽ, പിന്നെ ഒന്നുമില്ല. അതാണ് അവിടെ കാണിക്കണത്. അങ്ങനെ അവർ നടനമാടി അവരെല്ലാം സംതൃപ്തരായി ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ ഓരോരുത്തരും പിന്നെ ഗോപിമാരോട് ചോദിക്കുന്നുണ്ട്. ഗോപിമാർ ഭഗവാനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഏത് പിന്നെ പ്രേമത്തിനാണ് കൂടുതൽ ഏതെല്ലാം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനെല്ലാം മറുപടി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ രാസലീല ആടി ആ വൃന്ദാവനത്തിൽ കാലെടുത്ത് വയ്ക്കുന്നത് തന്നെ മഹാപുണ്യമാണ്. ഈ ജീവിതത്തിൽ നമുക്ക് ഒന്നും തന്നെ നേടാനില്ല, നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാനുമില്ല. ഇതെല്ലാം കാണുമ്പോഴും ആസ്വദിക്കുമ്പോഴും ആ ആസ്വാദനം കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു മനസ്സിലൊരു തൃപ്തിയും എല്ലാം വരും. അങ്ങനെ നമ്മൾ ഈ രാസലീല അങ്ങനെ നമ്മളെ മനസ്സിൽ കണ്ട് അതിനെ പ്രാർത്ഥിച്ച് ഹൃദ്രോഗം, നമ്മൾക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് പോലും വരില്ല എന്നാണ് പറയുന്ന ആചാര്യന്മാർ. അങ്ങനെ ആ മനസ്സങ്ങോട്ട് ലയിക്കണം ഭഗവാനിൽ. അതാണ് രാസക്രീഡ. അങ്ങനെ ആ വൃന്ദാവനം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ ഈ ലോകത്തിലൊന്നുമില്ല. അത്രത്തോളം മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും എല്ലാം കിട്ടി വരും. അങ്ങനെ ഞങ്ങളുടെ വിനോദയാത്ര, അങ്ങനെ ഞങ്ങളുടെ ആ വിനോദമായ യാത്രയായിരുന്നു വൃന്ദാവന യാത്ര. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരും സന്തോഷത്തോടെ, ഞങ്ങളുടെ ഗുരുവും നല്ല സന്തോഷത്തിലായിരുന്നു. ഉദയ ചൈതന്യജിയായിരുന്നു, അവരുടെ സാന്നിധ്യത്തിലാണ് ഞാൻ പോയത്. അവരുടെ കൂടെ പോകുന്നതേ വലിയ ഒരു സന്തോഷമാണ്. അതിലും മേലെ സന്തോഷമായി ഈ വൃന്ദാവനം പോയതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. ഈ സന്തോഷത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രത്തോളം എനിക്ക് അനുഭവ കഥകളിലൂടെ എനിക്ക് എന്നും മറക്കാൻ പറ്റാത്ത ഒരു ജീവിതം എനിക്ക് തന്നു ഭഗവാൻ. ഞങ്ങളങ്ങനെ മാർച്ച് 14 അവിടെ നിന്ന് റിട്ടേണായി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവരവരുടെ വീടുകളിലെത്തി. അതിനെ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രത്തോളം അത് മനനം ചെയ്യാൻ കൂടെ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അത്ര മനനം ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു കാര്യങ്ങൾ കഴിഞ്ഞ് ഞങ്ങളെത്തി. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വെരി വെരി താങ്ക്സ് പറയണം. എന്നുവെച്ചാൽ എന്നെ കുട്ടികളെ മാതിരിയാണ് കൂട്ടിക്കൊണ്ടുപോയത്. ആ കുട്ടികളുടെ രൂപത്തിലാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അത് ഒരിക്കലും മറക്കില്ല. അങ്ങനെ ഒരു നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ആ ഫ്രണ്ട്സ് ഭഗവാൻ തന്നെയാണ്, ഫ്രണ്ട്സിൻ്റെ രൂപത്തിൽ ഭഗവാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഈ അനുഭവകഥകൾ ഉണ്ടാവും. അനുഭവ കഥകളിലൂടെയാണല്ലോ നമ്മളെല്ലാം പാഠം പഠിക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാവും. ഇതെല്ലാം അവരവർക്ക് വരുമ്പോൾ ആ മനസ്സിനെ അതിൽ വിചാരിച്ച് ഭഗവാനെ വിചാരിച്ചിരിക്കുക. ഈ ജന്മത്തിൽ നമുക്ക് മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട്. ആ ജന്മത്തിനെ നമ്മൾ പൂർണ്ണമായി ആസ്വദിക്കുക, ഈ പ്രകൃതിയെ ആസ്വദിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. ആരോടും ഒരു വൈരാഗ്യം പാടില്ല, ആരോടും ഒരു പാടില്ല. അങ്ങനെ നമ്മൾ ജീവിച്ച് പോകണം. അതാണ് ഏറ്റവും നല്ലത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഭഗവാനേ ശരണം. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.